അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിച്ചത് 1 കിലോ, ചീര നമ്മുടെ മുറ്റത്തുണ്ടായ ചീരയാണ്. അതുകൊണ്ട് 20 തവണയോളം നമ്മളിപ്പോൾ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറ്റിയൊക്കെ നന്നതാണ്. അതാണ് നമ്മൾ ഓരോ ദിവസവും കോഴിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചീര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി, പിന്നെ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രോവർ ഫുഡ് കഴിഞ്ഞ മാസം നമ്മൾ മേടിച്ചതാണ്, അതിപ്പോൾ തീർന്നു, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ലാസ്റ്റ് നമ്മൾ ചേർത്തത്, ലാസ്റ്റല്ല ഇടയ്ക്ക് ചേർത്തത് നമ്മുടെ ഈ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കേരമീൻ മേടിച്ച അതാണ്. അത് നമ്മൾ കഴുകിയെടുത്ത ആദ്യത്തെ വെള്ളമാണ്, അത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ കോഴിക്ക് അത് നന്നായിട്ട് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. മീനിൻ്റെ മണവും ആ രുചിയൊക്കെ കൂടെ വരുമ്പോഴത്തേനും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി ഇതുപോലെ കുഴച്ച് കഴിയുമ്പോഴത്തേനും അതിലോട്ട് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ നമ്മുടെ വലിയ കോഴിക്കൊക്കെ ഗോതമ്പ് പൊടിച്ച് കൊടുക്കും, കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. അപ്പോൾ ഇപ്പം ഈ കുഞ്ഞുങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഈ പൊടിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം കഴിക്കുന്നുണ്ട്. ഗോതമ്പ് ഒട്ടും വേസ്റ്റാക്കി കളയുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ ഗോതമ്പ് ഒത്തിരി വേസ്റ്റാക്കി കളയായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ മുളച്ചുണ്ടാകും. ഞാനതെല്ലാം ആ മുളച്ചുണ്ടാകുന്ന തൈ പറിച്ച് വീണ്ടും അരിഞ്ഞ് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവരെ മാക്സിമം അതങ്ങോട്ട് തീറ്റിക്കുമായിരുന്നു. എന്തായാലും ഇപ്പം മത്സരം പിടിച്ച് കഴിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഫുഡ് കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, വലിയ കോഴിയുടെ കൂടെ കുറേ കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ചിടുകയാണെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ആവുകയില്ല, അവരത് മത്സരിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ കോഴികൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മിച്ചം കൊത്തി കളയുന്നതല്ല, അവരും കഴിച്ച് വയറ് നിറച്ചോളൂ. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോഴത്തേനും നമുക്ക് ഒരേ ഭക്ഷണത്തിൽ 2 കൂട്ടരെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കോഴിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ്. കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിൽ നമുക്ക് കോഴിക്ക് കൊടുക്കുന്ന ഓരോ ഫുഡുകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള, ഒന്നും റിപ്പീറ്റ് വരുന്നില്ല, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ കയറി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ ഇത് രാവിലെ കൊടുക്കാൻ പോകും. കോഴി അവിടെ 8:45 ഫുഡ് ചെല്ലുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ നേരെ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകാം.